ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അവൽ പായസമാണ് ഉണ്ടാക്കുന്നത്. 100 ഗ്രാം അവലിലാണ് ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ നെയ്യ് ചൂടാക്കാൻ വെച്ചു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നെയ്യ് എടുക്കണം. കാരണം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തിന് നോക്കിയിട്ടും എല്ലാം നെയ്യ് എടുക്കണം. ചിലർക്ക് നല്ല നെയ്യ് ഇഷ്ടമായിരിക്കും, അവർ നല്ലപോലെ ഒഴിക്കണം, ഇല്ലെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി. ചൂടായ നെയ്യിലേക്ക് ഉണക്കമുന്തിരി ഇടണം, അതും നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. പിന്നെ കശുവണ്ടി ഇടണം. ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ അതിനെ വറുത്ത് കോരണം. ഈ നെയ്യ് മാറ്റുകയൊന്നും വേണ്ട, അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് 100 ഗ്രാം അവല് തട്ടാം. എന്നിട്ട് അതിനെ നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ക്രിസ്പി ആവാതെ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് നെയ്യ് പറ്റിപ്പിടിച്ച്, എല്ലാത്തിലും ഒന്ന് നെയ്യ് പറ്റിപ്പിടിച്ച് വരുന്നത് വരെ ആക്കിയാൽ മതി. എങ്കിലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ശ്രദ്ധിക്കണം, ഒരുപാട് ക്രിസ്പി ആവാൻ പാടില്ല. ഇങ്ങനെ 2 ഉണ്ട ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നതാണിത്. ഇങ്ങനെ ഉരുക്കിയ ശർക്കര പാനിയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഉരുക്കിയാൽ മാത്രം പോരാ, ഉരുക്കിയിട്ട് അരിക്കണം, കാരണം പൊടിയൊക്കെ കാണും. നമ്മൾ ഫുൾ ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിച്ചിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഇതുപോലെ വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന 2 മുഴുവൻ തേങ്ങ തിരകിയിട്ട് അതിൽ നിന്ന് പാലെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി അളവ് കൂടുതൽ വേണ്ടവർക്ക് 3-ാം പാലും എടുക്കാം. ഇപ്പം നമ്മൾ 2-ാം പാല് ചേർക്കുകയാണ്. $150 ml കപ്പാണിത്. ഇതിന് 6 ഗ്ലാസ്സാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. 6 ഗ്ലാസ് 2-ാം പാൽ. ഈ ഒരു കപ്പിന് 150 ml ഈ ഒരു കപ്പിന് 6 ഗ്ലാസ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കണം. നമ്മളിപ്പോൾ 2-ാം പാല് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1-ാം പാല് ചേർക്കാൻ പോവുകയാണ്. ഇത് 150 ml ഗ്ലാസ്സിന് 2.5 ഗ്ലാസ്സാണ് ഇത് ഇപ്പോൾ 1-ാം പാലുള്ളത്. ആ ഒരളവിനാണ് നമ്മളിപ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. നല്ലപോലെ പായസം പക്ഷെ ചൂടാവണം, തിളയ്ക്കാൻ പാടില്ല. ചൂടായില്ലെങ്കിൽ ചീത്തയായി പോവും, തിളച്ച് കഴിഞ്ഞാലും ചീത്തയായി പോവും. അതുകൊണ്ട് ഫുള്ളായിട്ട് ചൂടാക്കിപ്പിക്കണം, പക്ഷെ തിളയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഒന്നിച്ചിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഇതിൽ ചുക്ക് പൊടിയും ചേർക്കാം. ഇനി ഇതിനെ കുറുക്കി എടുക്കണം. തിളപ്പിക്കാൻ പാടില്ല, കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ മാറ്റിക്കഴിഞ്ഞാൽ അത് തിളയ്ക്കും. അതുകൊണ്ട് കൈ മാറ്റാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കുറുകും. അപ്പം ഇനി നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, നേരത്തെ മാറ്റി വെച്ചിരുന്ന വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് ഇളക്കണം. കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇവിടെ നെയ്യ് കുറവായതുപോലെ തോന്നിയത് കൊണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ശർക്കര പാനിയിൽ നിന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പായസം റെഡി. വളരെ സിമ്പിളായിട്ടുള്ള പായസമാണ് അവൽ പായസം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.